ഹലോ ഗൈസ്, വെൽക്കം ടു ദ CC വ്ളോഗ്സ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചന്ദനത്തിരിയാണ്. എന്തൊക്കെയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ? നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കരിപ്പൊടിയും മരപ്പൊടിയും പശപ്പൊടിയാണ് ഇതിന് വേണ്ട 3 കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇട്ട് ഇതിൽ മിക്സ് ചെയ്യണം. അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഓരോന്നും 3 പൊടികളും ഓരോ സ്പൂൺ വീതമാണ് എല്ലാത്തിലും എടുക്കുന്നത്. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യും. അത് കുറച്ചു നേരം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. ഈ പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന രൂപത്തിൽ വേണം ഇതെടുക്കാൻ. നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. നമ്മളിതിപ്പോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂൾ AUPS സ്കൂളിലെ ഒരു പ്രൊജക്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. നമ്മളിതൊരു ചപ്പാത്തി മാവിന്റെ രൂപമാവുന്നത് വരെ കുഴിക്കുക തന്നെ വേണം. ഗൈസ്, നമ്മുടെ മാവ് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കൂടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ചപ്പാത്തി മാവ് ആവുന്ന പോലെ തന്നെയാണ് ആവേണ്ടത്. ഇത് കുറച്ചും കൂടി കുഴച്ച് കുറച്ചും കൂടി ടൈറ്റ് ആക്കാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏകദേശം നമ്മുടെ മാവ് ഇപ്പോ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പൊടി വേണം. നമ്മളിപ്പോ ഒത്തിരി മരപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മള് കൂടുതൽ ഒരു ജെല്ലി ടൈപ്പ് പോലെ ആവുകയാണെങ്കിൽ ഇത്തിരി മരപ്പൊടി ഇട്ടാൽ മതിയാവും. നമ്മള് മരപ്പൊടി പിടിക്കാൻ വേണ്ടി നമ്മളൊരു കുഴക്കുന്ന പോലെ ചെയ്തിട്ട് പിന്നെ കയ്യിലൊക്കെ ഇട്ട് ഉരുട്ടിയാലാണ് കറക്റ്റ് ആവുള്ളൂ. ഗൈസ്, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോലില് ഇതൊന്ന് പരത്തി സെറ്റ് ആക്കണം. നമുക്ക് അതിനു വേണ്ടി ഒരു കോല് എടുക്കാം. അപ്പോ ഞങ്ങളിപ്പോൾ ഈ അഗർബത്തി പരത്താൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന ബോർഡിലാണ്. ഞാനിപ്പോൾ ആദ്യം ആ മാവ് മാത്രം പരത്തിയതിനു ശേഷം ഈ കോലിൽ വെച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എങ്ങനെ ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതിങ്ങനെ പരത്തി താഴേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ബോർഡിൽ ഇത്തിരി പൊടി ഇട്ടില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഞങ്ങളിപ്പോ പൊടിയിടാൻ മറന്നുപോയതാണ്. മരപ്പൊടിയാണ് നമ്മുടെ ബോർഡിൽ ഇടേണ്ടത്. നമ്മുടെ ആവശ്യത്തിനുള്ള കട്ടി നമ്മുടെ ആവശ്യത്തിന് ആവുന്നത് വരെ നീളവും നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് കട്ടി എത്രയാണോ വേണ്ടത് അതുവരെ നമുക്ക് പരത്താം. പിന്നെ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ മുമ്പുണ്ടാക്കിയ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് നമുക്ക് ഉണങ്ങിയതിന് ശേഷം സുഗന്ധം തേക്കണം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ സുഗന്ധമില്ല. അത് കഴിഞ്ഞത് കൊണ്ട് ഞങ്ങളിപ്പോ സുഗന്ധം തേക്കുന്നില്ല.
ഇപ്പോൾ ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഉണങ്ങിയ അഗർബത്തിയാണ് നിങ്ങൾ കാണുന്നത്, ചന്ദനത്തിരിയാണിത്. അപ്പൊ നമുക്ക് ഇനി ഇതേപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഈ കോലിലിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പൊ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത ചന്ദനത്തിരികളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2-3 ഉണങ്ങിയതാണ്. അപ്പൊ നമ്മളെല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇതേപോലത്തെ കുറെ ചാനലുകൾ ഇനി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ശരി, അപ്പൊ എല്ലാവർക്കും ബൈ.